ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് മന്ത്രിസഭയുടെ അനുമതി. മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശമായിരിക്കും നടപ്പാവുക. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, അധ്യാപകരുടെ ശമ്പള പരിഷ്കരണത്തിന് തീരുമാനം എടുത്തിരിക്കുന്നു മന്ത്രിസഭാ യോഗം. എന്നായിരിക്കും പ്രാബല്യത്തിൽ വരിക? ഇത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുണ്ടാവും. പ്രജീഷ്, ജീവനക്കാരുടെ എന്തായാലും 10ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനായ 10ാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷനായ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശുപാർശകൾ നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപസമിതിയുടെ ശുപാർശ അടക്കം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ അംഗീകരിക്കാനായി മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇതിൽ കാതലായ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ CN രാമേന്ദ്രൻ നായർ പറഞ്ഞിരുന്നു. സർക്കാർ ജീവനക്കാരുടെ സംഘടനാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ശമ്പള കമ്മീഷന്റെ ശുപാർശയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ച ഇതിൽ അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് അല്പസമയത്തിനകം നമുക്കറിയാൻ കഴിയും. അതോടൊപ്പം അധ്യാപക പാക്കേജ് നടപ്പിലാക്കുന്നതിനുള്ള ധാരണയിലും എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കോർപ്പറേറ്റ് മാനേജ്മെന്റുമായുള്ള ധാരണ പാലിക്കുമെന്നതാണ് മന്ത്രിസഭ എടുത്തിരിക്കുന്ന ഒരു സുപ്രധാനമായ തീരുമാനം. അതോടൊപ്പം അധ്യാപക പാക്കേജ് ഇതിനെതിരെ നിലനിൽക്കുന്ന കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ അനുപാതം 1:30 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന അനുപാതം അംഗീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ അത് 1.45 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന കണക്കിലേക്ക് മാറുകയും ചെയ്യും എന്നതാണ് പ്രധാനമായും ഉള്ള ശുപാർശകൾ. ഇതിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നു. പ്രജീഷ്, ജീവൻ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അധ്യാപക പാക്കേജിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്.